ശാന്തി 13/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, എവിടെയാണോ യാതൊരു പരിധികളും ഇല്ലാത്തത് അങ്ങനെയുള്ള ലോകത്തിൻ്റെ അധികാരികൾ നിങ്ങളിപ്പോൾ ആവുകയാണ്. യോഗബലത്തിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെയും രാജധാനി നേടുക എന്നതും അത്ഭുതമാണ്. ചോദ്യം: ഡ്രാമയുടെ ഏത് ബന്ധനത്തിൽ ബാബയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ബാബ പറയുന്നു, എനിക്ക് കുട്ടികളായ നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ വേണം. ഞാൻ ഈ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വരാത്തതുവരെയും കുരുങ്ങിക്കിടക്കുന്ന നൂൽ നേരെയാവുക സാധ്യമല്ല. ഞാൻ നിങ്ങളിൽ കൃപ കാണിക്കുവാനോ ആശീർവദിക്കുവാനോ അല്ല വരുന്നത്. ഞാൻ മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നില്ല. ഞാൻ വരുന്നത് നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കുവാനാണ്. ഗീതം: നിന്നെ നേടി ഞങ്ങൾ ലോകം നേടി. ഓം ശാന്തി. ഗീതത്തിലെ വാക്കുകൾ കേട്ട് കുട്ടികളായ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. കാരണം മുന്നിലിരിക്കുകയാണ്. മുഴുവൻ ലോകത്തിലും എത്ര തന്നെ വിദ്വാൻമാരും പണ്ഡിതനും ആചാര്യനും ഉണ്ടായിരുന്നാലും പരിധിയില്ലാത്ത പിതാവ് ഓരോ 5000 വർഷത്തിനു ശേഷം വരുന്നു എന്നത് ഒരു മനുഷ്യനും അറിയില്ല. കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. കുട്ടികൾ പറയുന്നുമുണ്ട്, എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്റേതാണ്. ബാബയും ഇങ്ങനെ പറയുന്നു, എങ്ങനെയാണോ അങ്ങനെ തന്നെ എൻ്റെ കുട്ടികളാണ്. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ് എന്നതും നിങ്ങൾ അറിയുന്നു. എല്ലാവരും വിളിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നോക്കൂ, രാവണന്റെ എത്ര നിഴലാണുള്ളത്. ആരെയാണോ നമ്മൾ പരംപിത പരമാത്മ എന്ന് പറയുന്നത്, ആ ഒന്നിനെ പിതാവ് എന്ന് പറയുന്നതിലൂടെ എന്തുകൊണ്ട് സന്തോഷമുണ്ടാകുന്നില്ല എന്നത് ഒരാൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇത് മറന്നുപോയിരിക്കുന്നു. ആ ബാബ തന്നെയാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്. ബാബ സ്വയം മനസ്സിലാക്കിച്ചു തരുന്നു. ഇത്രയും സഹജമായ ഈ കാര്യം പോലും ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആരെയാണോ മുഴുവൻ ലോകവും വിളിക്കുന്നത്, അല്ലയോ ഈശ്വര, ഹേ രാമ എന്ന് വിളിച്ച് പ്രാണൻ ഉപേക്ഷിക്കുന്നത്, ആ ഒന്ന് തന്നെയാണിത്. ഇവിടെ ആ ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞു. ബാബ വന്നിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ കൽപ്പകൽപ്പങ്ങളിൽ ബാബ വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കി ദുർഗതിയിൽ നിന്നും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. സർവരുടെയും പതീത പാവനായ ബാബ എന്ന് പാടുന്നുമുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ആ ഒന്നിൻ്റെ മുന്നിലിരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് മോസ്റ്റ് ബിലവഡ് സ്വീറ്റ് ചിൽഡ്രൻ. ഭാരതവാസികളുടെ തന്നെ കാര്യമാണ്. ബാബയും ഭാരതത്തിൽ തന്നെയാണ് ജന്മമെടുക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ ഭാരതത്തിൽ ജന്മമെടുക്കുന്നു. അപ്പോൾ തീർച്ചയായും അത് തന്നെ പ്രിയമായി തോന്നും. ഓർമ്മിക്കുന്നതും എല്ലാവരും ആ ഒന്നിനെ തന്നെയാണ്. ആര് ഏത് ധർമ്മത്തിലുള്ളവരാണോ അവർ തങ്ങളുടെ ധർമ്മസ്ഥാപകനെ ഓർമ്മിക്കുന്നു. ഭാരതവാസികൾക്ക് തങ്ങൾ ആദ്യ സനാതന ധർമ്മത്തിലുള്ളവരായിരുന്നു എന്നറിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭാരതം തന്നെയാണ് പ്രാചീന ദേശം. അപ്പോൾ പറയുന്നു, ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാരാണ് പറയുന്നത്? അനേകം കാര്യങ്ങൾ കേൾക്കുന്നു. ചിലർ ഒന്ന് പറയുന്നു, ചിലർ മറ്റൊന്ന്. ഗീത ശിവപരമാത്മാവാണ് ഉച്ചരിച്ചത് എന്ന് ആര് പറഞ്ഞു എന്ന് ചിലർ പറയുന്നു. കൃഷ്ണനും പരമാത്മാവായിരുന്നു. കൃഷ്ണനാണ് പാടിയത്. പരമാത്മാവ് സർവവ്യാപിയാണ്. ആ ഒന്നിൻ്റേത് തന്നെയാണ് മുഴുവൻ കളിയും. ഇതെല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. ഭഗവാൻ തന്നെയാണ് അനേകം രൂപം ധരിച്ച് ലീല നടത്തുന്നത്. ഭഗവാൻ എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ സാധിക്കും എന്ന് ചിലർ പറയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം,
മായയും എത്ര പ്രബലമാണ്. ബാബ, നമ്മൾ സമ്പത്ത് തീർച്ചയായും നേടും, നരനിൽ നിന്നും നാരായണനാകും എന്ന് ഇന്ന് പറയുന്നു, നാളെ ഉണ്ടാകില്ല. നിങ്ങൾക്കറിയാം എത്ര പേർ പോയിക്കളഞ്ഞു, ബന്ധം വേർപെടുത്തി. മമ്മയെ വാഹനത്തിൽ ചുറ്റിക്കറക്കുമായിരുന്നു, ഇന്നില്ല. ഇങ്ങനെയുള്ള വളരെ നല്ലവർ പോലും മായയുടെ കൂട്ടുകെട്ടിൽ വന്ന് വീണു പോകുന്നു, പൂർണ്ണമായും നിലം പതിക്കുന്നു. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയോ അവർ തന്നെ മനസ്സിലാക്കും. ഇക്കാലത്ത് ലോകത്തിൽ എന്താണ് ബാധിച്ചിരിക്കുന്നത്? കുട്ടികളായ നിങ്ങൾ സ്വയം നോക്കൂ, എന്താണ് ആകുന്നത്. ഗീതം കേട്ടുവല്ലോ. നമ്മൾ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരി ആകും വിധത്തിലുള്ള സമ്പത്ത് നേടുന്നു എന്ന് പറയുന്നു. അവിടെ പരിധിയുള്ള ഒരു കാര്യവുമില്ല. ഇവിടെ പരിധികൾ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ആകാശത്തിൽ നിങ്ങളുടെ എയ്റോപ്ലെയിൻ വന്നാൽ വെടിവെക്കും എന്ന് പറയുന്നു. അവിടെയാണെങ്കിൽ പരിധിയുള്ള ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ഈ ഗീതവും പാടുന്നുണ്ട്, പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയാം, തീർച്ചയായും ബാബയിലൂടെ വീണ്ടും നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. അനേകം തവണ ഈ 84ൻ്റെ ചക്രം കറങ്ങി. അല്പം സമയമാണ് ദുഃഖം നേടിയത്, സുഖം വളരെയധികമുണ്ട്. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളായ നിങ്ങൾക്ക് അപാര സുഖം നൽകുന്നു. ഇപ്പോൾ മായയോട് തോൽക്കാതിരിക്കൂ. ബാബയുടെ കുട്ടികൾ അനേകമുണ്ട്. എല്ലാവരും ഒരേപോലെ സൽപുത്രനാവുക സാധ്യമല്ല. ആർക്കെങ്കിലും 5 or 7 കുട്ടികളുണ്ട് എങ്കിൽ അവരിൽ 1 or 2 പേർ കുപുത്രനാണ് എങ്കിൽ തല കേടാക്കുന്നു, അതായത് തലവേദന ഉണ്ടാക്കുന്നു. ലക്ഷങ്ങളോ കോടിക്കണക്കിനോ രൂപ പാഴാക്കുന്നു. അച്ഛൻ പൂർണ്ണമായും ധർമാത്മാവ്, കുട്ടികൾ തീർത്തും ചില്ലിക്കാശില്ലാത്തവർ. ബാബ ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. കുട്ടികളായി നിങ്ങൾക്കറിയാം, മുഴുവൻ ലോകവും ഈ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ബാബ പറയുന്നു, എൻ്റെ ബർത്ത് പ്ലേസ് ഈ ഭാരതമാണ്. ഓരോരുത്തർക്കും തങ്ങളുടെ ഭൂമിയുടെ മഹത്വമുണ്ടായിരിക്കും. മറ്റേതെങ്കിലും സ്ഥാനത്ത് വെച്ച് ശരീരം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പിന്നെ അവരെ തൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. ബാബയും ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഭാരതവാസികളായ നിങ്ങൾക്ക് വീണ്ടും പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. കുട്ടികളായ നിങ്ങൾ പറയും, നമ്മൾ തന്നെ വീണ്ടും ദേവതയും വിശ്വത്തിൻ്റെ അധികാരിയും ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അധികാരിയായിരുന്നു, ഇപ്പോഴാണെങ്കിൽ എന്തവസ്ഥ ഉണ്ടായിരിക്കുന്നു. എവിടെ നിന്നും എവിടെ വന്ന് പതിച്ചിരിക്കുന്നു. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഡ്രാമയെ മനസ്സിലാക്കണമല്ലോ. ഇതിനെ പറയുന്നത് തോൽവിയുടെയും ജയത്തിൻ്റെയും കളി എന്നാണ്. ഈ കളി ഭാരതത്തിൻ്റേതാണ്. ഇതിൽ നിങ്ങൾക്ക് പാർട്ടുണ്ട്. ഈ ഡ്രാമയിൽ ബ്രാഹ്മണരായ നിങ്ങളുടേതാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന പാർട്ട്. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. വളരെയധികം സുഖമനുഭവിക്കുന്നു. നിങ്ങളുടെ അത്രയും സുഖം മറ്റാരും അനുഭവിക്കുക സാധ്യമല്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. ഇതാണ് നരകം. ഇവിടെയുള്ള സുഖം കാക്ക കാഷ്ടത്തിന് സമാനമാണ്. ഇന്ന് ലക്ഷപതിയാണ്, അടുത്ത ജന്മത്തിൽ എന്താകും ഒന്നും അറിയില്ല. ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. സത്യയുഗമാണ് പുണ്യാത്മാക്കളുടെ ലോകം. നിങ്ങൾ പുണ്യാത്മാവായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും പാപം ചെയ്യുവാൻ പാടില്ല. എപ്പോഴും ബാബയുമായി നേരായ രീതിയിൽ നടക്കണം. ബാബ പറയുന്നു, എൻ്റെ കൂടെ ധർമ്മരാജൻ സദാ ഉണ്ട്, ദ്വാപരം മുതൽ. സത്യയുഗത്തിലും ത്രേതായിലും എൻ്റെ കൂടെ ധർമ്മരാജൻ ഉണ്ടായിരിക്കുന്നില്ല. ദ്വാപരം മുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദാനപുണ്യങ്ങൾ ചെയ്തു വരുന്നു. ഈശ്വരാർപ്പണം എന്ന് പറയുന്നല്ലോ. ഗീതയിൽ ശ്രീകൃഷ്ണൻ്റെ നാമം വെച്ചതിലൂടെ ശ്രീകൃഷ്ണ അർപ്പണം എന്ന് എഴുതിയിരിക്കുന്നു.
റിട്ടേൺ നൽകുന്നവൻ ഒരു ബാബ തന്നെയാണ്. അതിനാൽ ശ്രീകൃഷ്ണ അർപ്പണം എന്ന് പറയുന്നത് തെറ്റാണ്. ഈശ്വര അർപ്പണം എന്ന് പറയുന്നതാണ് ശരി. ശ്രീ ഗണേശ അർപ്പണം എന്ന് പറയുന്നതിലൂടെ ഒന്നും ലഭിക്കുകയില്ല. എങ്കിലും എല്ലാവർക്കും ഭാവനയനുസരിച്ച് കുറച്ചൊക്കെ നൽകി വരുന്നു. എന്നെ ആരും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. നമ്മൾ സർവ്വതും ശിവബാബയ്ക്ക് സമർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബയും പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു താങ്കൾക്ക് 21 ജന്മത്തേക്ക് സമ്പത്ത് നൽകാൻ. ഇപ്പോൾ ഇറങ്ങുന്ന കലയാണ്. രാവണ രാജ്യത്തിൽ എന്തെല്ലാം ദാനപുണ്യവും മറ്റും ചെയ്യുന്നു അത് പാപാത്മാക്കൾക്ക് തന്നെയാണ് നൽകുന്നത്. കല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ലഭിച്ചാൽ തന്നെ അത് അല്പകാലത്തേക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് ലഭിക്കുന്നു. അതിനെ പറയുന്നത് രാമരാജ്യം എന്നാണ്. അവിടെ ഈശ്വരന്റെ രാജ്യമാണ് എന്ന് പറയില്ല. രാജ്യം ദേവി ദേവന്മാരുടേതാണ്. ബാബ പറയുന്നു, ഞാൻ രാജ്യം ഭരിക്കുന്നില്ല. നിങ്ങളുടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രായേണ ലോപിച്ചു. അതിപ്പോൾ വീണ്ടും സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാബ മംഗളകാരി തന്നെയാണ്. ആ ഒന്നിനെ പറയുന്നത് സത്യമായ ബാബ എന്നാണ്. നിങ്ങൾക്ക് സത്യമായ നോളജ് നൽകിക്കൊണ്ടിരിക്കുന്നു. തൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ. ബാബ നിങ്ങളെ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും കേൾപ്പിക്കുന്നു. എത്ര ശക്തിശാലി സമ്പാദ്യമാണ്. നിങ്ങൾ ചക്രവർത്തി രാജാവാകുന്നു. അവർ പിന്നെ ഹിംസയുടെ ചക്രം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് ജ്ഞാനത്തിൻ്റെ ചക്രമാണ്. എന്നാൽ ഈ ജ്ഞാനം പ്രായേണ ലോപിക്കുന്നു. ഇത് നിങ്ങളുടെ മുഖ്യ ചിത്രമാണ്. ഒരു ഭാഗത്ത് ത്രിമൂർത്തി, മറുഭാഗത്ത് വൃക്ഷവും ചക്രവും. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ശാസ്ത്രങ്ങളിലാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് 1,00,000 വർഷങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു. മുഴുവൻ നൂലും കുരുങ്ങിക്കിടക്കുകയാണ്. ബാബയിലൂടെ അല്ലാതെ മറ്റാരിലൂടെയും നൂല് നേരെയാവുകയില്ല. ബാബ സന്മുഖത്ത് സ്വയം വന്നിരിക്കുന്നു. പറയുന്നു, എനിക്ക് ഡ്രാമ അനുസരിച്ച് വരേണ്ടി വരുന്നു. ഞാൻ ഈ ഡ്രാമയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വരികയില്ല എന്നത് സാധ്യമേ അല്ല. വന്ന് മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും രോഗത്തിൽ നിന്നും മുക്തമാക്കുമെന്നോ അല്ല. വളരെയധികം കുട്ടികൾ പറയുന്നു, ബാബ നമ്മുടെ മേൽ കൃപ കാണിക്കൂ. എന്നാൽ ഇവിടെ കൃപയുടെയും മറ്റും കാര്യമില്ല. ആശീർവദിക്കൂ, നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകാതിരിക്കട്ടെ എന്നതിനു വേണ്ടിയല്ല നിങ്ങൾ എന്നെ വിളിച്ചത്. നിങ്ങൾ വിളിക്കുന്നത് തന്നെ ഹേ പതീത പാവന വരൂ, ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനെ വരൂ എന്നാണ്. ശരീരത്തിൻ്റെ ദുഃഖം ഹരിക്കുന്നവരായി ഡോക്ടർമാരുണ്ട്. ഞാൻ ഇതിനു വേണ്ടിയാണോ വരുന്നത്? നിങ്ങൾ പറയുന്നത് പുതിയ ലോകമാകുന്ന സ്വർഗത്തിൻ്റെ അധികാരിയാക്കൂ അഥവാ ശാന്തി നൽകൂ എന്നാണ്. നമ്മളെ രോഗത്തിൽ നിന്നും വന്ന് മുക്തമാക്കൂ എന്നല്ല പറയുന്നത്. സദാകാലത്തേക്ക് ശാന്തിയും മുക്തിയും ലഭിക്കുക സാധ്യമല്ല. പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. ആരാണോ പിന്നീട് വരുന്നത് അവർക്ക് എത്ര ശാന്തിയായിരിക്കും ലഭിക്കുന്നത്? ഇപ്പോൾ വരെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയം ശാന്തിധാമത്തിൽ ഇരുന്നുവല്ലോ. ഡ്രാമ അനുസരിച്ച് ആർക്ക് പാർട്ടുണ്ടോ അവർ വരും. പാർട്ട് മാറ്റുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ശാന്തിധാമത്തിലാണെങ്കിൽ വളരെയധികം ആത്മാക്കൾ നിവസിക്കുന്നു. അവർ പിന്നീട് വരുന്നു. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. അവസാനം വരേണ്ടവർ പിന്നീട് തന്നെയാണ് വരുന്നത്. ഈ വൃക്ഷം ഉണ്ടാക്കപ്പെട്ടതാണ്. ഏതെല്ലാം ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കിയിരിക്കുന്നുവോ അത് എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇനിയും ചിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തന്നെ ഇറങ്ങും. 84ന്റെ വിസ്താരം വൃക്ഷത്തിലുമുണ്ട്, ഡ്രാമ ചക്രത്തിലുമുണ്ട്. ഇപ്പോൾ വീണ്ടും
ഏണിപ്പടി ചിത്രം ഇറങ്ങിയിരിക്കുന്നു. മനുഷ്യർ ഒന്നും അറിയുന്നില്ല, തീർത്തും വിഡ്ഢികളെ പോലെയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, പരംപിത പരമാത്മാവ് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ശാന്തിയുടെ സാഗരമാണ്. ആ ഒന്ന് നമ്മളെ ഈ ശരീരത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബു പറയുന്നു, ആരാണോ ആദ്യം വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത്, ആ ആളിൽ തന്നെയാണ് ഞാൻ വരുന്നത്. നിങ്ങളും അറിയുന്നുണ്ട്, തീർച്ചയായും നമ്മളും ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരാകുന്നു. ഗീതയിലാണെങ്കിൽ ഈ കാര്യങ്ങളില്ല. ബാബ പറയുന്നു, ഇദ്ദേഹം സ്വയം നാരായണന്റെ പൂജ ചെയ്യുന്നയാളായിരുന്നു. ട്രെയിനിലും യാത്ര ചെയ്യുമ്പോൾ ഗീത വായിക്കുമായിരുന്നു. ഇത് വലിയൊരു ധർമാത്മാവാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കും. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഇദ്ദേഹം ഗീതയും മറ്റും പഠിച്ചുവല്ലോ. ബാബു പറയുന്നു, ഞാൻ ഇവയെല്ലാം അറിയുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കൂ, നമ്മൾ ആരുടെ മുന്നിലാണോ ഇരിക്കുന്നത്, ആ ഒന്നിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ ആ ഒന്നിനെ ഓരോ നിമിഷവും മറന്നു പോകുന്നത് എന്തുകൊണ്ട്? ബാബ പറയുന്നു, നിങ്ങൾക്ക് 16 മണിക്കൂർ ഇളവ് നൽകുന്നു. ബാക്കി തൻ്റെ സർവീസ് ചെയ്യൂ. തൻ്റെ സർവീസ് ചെയ്യുന്നു എന്നാൽ വിശ്വത്തിൻ്റെ സർവീസ് ചെയ്യുന്നു എന്നാണ്. ഇത്രയും പുരുഷാർത്ഥം ചെയ്യണം. കർമ്മം ചെയ്യുമ്പോഴും ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ മുഴുവൻ ദിവസത്തിലും 8 മണിക്കൂർ ഓർമ്മിക്കുവാൻ കഴിയുന്നില്ല. ആ അവസ്ഥ എപ്പോൾ ഉണ്ടാകുന്നു, അപ്പോൾ ഇവർ വളരെയധികം സർവീസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കും. നമ്മൾ വളരെയധികം സർവീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാതിരിക്കൂ. പ്രഭാഷണം വളരെ ഫസ്റ്റ് ക്ലാസ്സായി ചെയ്യുന്നു, പക്ഷേ യോഗം തീർത്തുമില്ല. യോഗത്തിൻ്റെ യാത്ര തന്നെയാണ് മുഖ്യം. ബാബു പറയുന്നു, ശിരസിൽ വികർമ്മങ്ങളുടെ ഭാരം വളരെയധികമുണ്ട്. അതിനാൽ രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കൂ. 2 മുതൽ 5 വരെ ഫസ്റ്റ് ക്ലാസ് വായുമണ്ഡലമാണ്. ആത്മാവ് രാത്രിയിൽ ആത്മാഭിമാനിയായി മാറുന്നു. അതിനെ നിദ്ര എന്ന് പറയുന്നു. അതിനാൽ ബാബു പറയുന്നു, എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ ബാബു പറയുന്നു, മന്മനാഭവ. ഇതാണ് കയറുന്ന കലയുടെ മന്ത്രം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയോട് നേരെയും സത്യതയോടെയും നടക്കണം. മംഗളകാരിയായ ബാബയുടെ കുട്ടികളാണ്. അതിനാൽ സർവരുടെയും മംഗളം ചെയ്യണം, സൽപുത്രനാകണം. കർമ്മം ചെയ്യുമ്പോഴും ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ഓർമ്മയിൽ തീർച്ചയായും ഇരിക്കണം. ഓർമ്മ തന്നെയാണ് മുഖ്യം. ഇതിലൂടെ തന്നെയാണ് വികർമ്മങ്ങളുടെ ഭാരം ഇറക്കേണ്ടത്. വരദാനം: ദാതാവായി ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും ദാനം നൽകുന്ന ഉദാരചിത്തരും മഹാദാനിയുമായി ഭവിക്കട്ടെ. ദാതാവിൻ്റെ കുട്ടികളായ നിങ്ങൾ വാങ്ങുന്നവരല്ല, മറിച്ച് നൽകുന്നവരാണ്. ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും നൽകണം. എപ്പോഴാണോ ഇങ്ങനെയുള്ള ദാതാവായി മാറുന്നത്, അപ്പോൾ ഉദാരചിത്തരെന്നും മഹാദാനിയെന്നും പറയും. ഇങ്ങനെയുള്ള മഹാദാനി ആകുന്നതിലൂടെ മഹത്തായ ശക്തിയുടെ പ്രാപ്തി സ്വതവേ ഉണ്ടാകുന്നു. എന്നാൽ നൽകുന്നതിനു വേണ്ടി സ്വയം തൻ്റെ ഭണ്ഡാരം നിറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്ത് നേടണമായിരുന്നുവോ അതെല്ലാം നേടിക്കഴിഞ്ഞു. ബാക്കി അവശേഷിക്കുന്നത് നൽകുക എന്നതാണ്. അപ്പോൾ നൽകിക്കൊണ്ടിരിക്കൂ. നൽകുന്നതിലൂടെ ഭണ്ഡാരം ഇനിയും നിറഞ്ഞുകൊണ്ടിരിക്കും. സ്ലോഗൻ: ഓരോ സബ്ജക്റ്റിലും ഫുൾ മാർക്സ് ശേഖരിക്കണമെങ്കിൽ ഗംഭീരതയുടെ ഗുണം ധാരണ ചെയ്യൂ. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനായി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ.
വിനയചിത്തനായ ആത്മാവിന് സഹജമായി തന്നെ സുഖദാതാവാകുവാൻ സാധിക്കും. എന്നാൽ അഭിമാനം വിനയചിത്തരാകാൻ അനുവദിക്കുന്നില്ല. വിനയചിത്തർ അല്ലെങ്കിൽ സേവനം നടക്കുക സാധ്യമല്ല. സേവാധാരിയുടെ വിശേഷതയാണ് സദാ വിനയചിത്തം. സ്വയം കുനിഞ്ഞവരായിരിക്കുമ്പോഴാണ് മറ്റുള്ളവരെ കുനിയിക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം വിനയചിത്തരായിരിക്കുമോ അത്രയും നിർമ്മാണാത്മകമായത് ചെയ്യും. എവിടെ വിനയം ഉണ്ടായിരിക്കുമോ അവിടെ അധികാരഭാവം ഉണ്ടായിരിക്കില്ല, ആത്മീയത ഉണ്ടായിരിക്കും. ഏതുപോലെ ബാബ എത്ര വിനയചിത്തമായി വരുന്നുവോ അതേപോലെ ഫോളോ ഫാദർ. ഓം ശാന്തി. മനസ്സിൽ ഇങ്ങനെ സങ്കൽപ്പിക്കൂ: സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ: ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ: സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂലദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ: ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ.
വീണ്ടും സങ്കൽപ്പിക്കൂ. ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മ ലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശ ബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവ് ബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീര സഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിയെ തൊട്ടുണർത്തി അമൃതവേളയാം യാമത്തിൽ ബാബ എന്നെ വിളിച്ചുണർത്തി എന്നാത്മജ്യോതിയെ തൊട്ടുണർത്തി ആ സ്നേഹത്തിൻ ഉണർത്തു പാട്ടിൽ അലിയുന്നു ഞാൻ സ്നേഹസാഗരത്തിൽ അമൃതവേ
തന്നോർമ്മ ഒരിന്ദ്രജാലം അമൃതവേളയാം യാമത്തിൽ ബാബ എന്നെ വിളിച്ചുണർത്തി എന്നാത്മജ്യോതിയെ തൊട്ടുണർത്തി അമൃതവേ